ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഔട്ട്ഡോറിൻ്റെ സെക്ഷൻ ലൈൻ നല്ലതുപോലെ തന്നെ ഐസ് പിടിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് ഐസ് വരാനുള്ള കാരണം? പൊതുവേ സെക്ഷൻ ലൈൻ ഐസ് വരാനുള്ള കാരണം ഇൻഡോറിൽ സർവീസ് ചെയ്യാൻ സമയമായി, അതുപോലെ തന്നെ ഡസ്റ്റൊക്കെ കയറിയിരിക്കുന്നത് മൂലമാണ്. എന്നാൽ ഇന്നിവിടെ ഐസ് പിടിക്കാനുള്ള കാരണം അതൊന്നുമല്ല. നമുക്ക് എന്താണ് കാരണമെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു യൂണിറ്റിൻ്റെ ഇൻഡോർ വന്ന് നോക്കുന്ന സമയത്താണെങ്കിലും ഈ ഒരു റൂം തുറന്ന് കിടക്കായിരുന്നു, ഇതിൻ്റെ കതവ് തുറന്നിട്ടേക്കായിരുന്നു. നമ്മൾ റിമോട്ടിൽ എത്രയാണോ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് ആ ഒരു ടെമ്പറേച്ചർ വന്നാൽ മാത്രമേ യൂണിറ്റ് കട്ട് ഓഫ് ആകത്തുള്ളൂ. ഈ ഒരു റൂം തുറന്ന് കിടന്നുകൊണ്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ടെമ്പറേച്ചർ ഈ മുറിയിൽ റീച്ച് ആവാതിരിക്കുകയും പിന്നീട് ഈ ഒരു യൂണിറ്റ് കട്ട് ഓഫ് ആവാതെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇങ്ങനെ റൺ ആയിക്കൊണ്ടിരിക്കുന്നത് മൂലമാണ് ഔട്ട്ഡോറിലെ സെക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ഐസ് പിടിക്കാനുള്ള കാരണം. ഇനി എങ്ങനെയാണ് കറണ്ട് ബില്ല് കൂടുതലാവുക എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ റൂം തുറന്നിട്ടത് മൂലം നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ റൂമിലെത്താതെ കട്ട് ഓഫ് ആവാതെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു കംപ്രസർ റൺ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഉദാഹരണത്തിന് ഈ ഒരു കംപ്രസർ വർക്ക് ചെയ്യാൻ വേണ്ട ആംബിയർ 10.5 ആംബിയർ ഉണ്ടെങ്കിൽ എത്രമാത്രം സമയം ഈ ഒരു യൂണിറ്റ് വർക്ക് ആവുന്നോ അത്രയും സമയം ഈ ഒരു ആംബിയറിൽ തന്നെ ഈ യൂണിറ്റ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നേരെ മറിച്ച് നമ്മൾ റൂമും കാര്യങ്ങളെല്ലാം ക്ലോസ് ചെയ്തിട്ടാണ് ഈ യൂണിറ്റ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ റൂമിലെത്തുകയും പിന്നീട് അത് കട്ട് ഓഫ് ആവുകയും പിന്നീട് അത് ആ ഒരു ടെമ്പറേച്ചറിൽ വ്യത്യാസം വന്നാൽ മാത്രം വീണ്ടും ഇത് ഓൺ ആവുന്നു. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക.